ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു ദിവസത്തെ നോമ്പിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുക, ഒരു വ്ളോഗായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ആക്കുന്നത് കസ്റ്റേർഡ് ഡ്രിങ്കാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു കസ്റ്റേർഡും അനാറും ആപ്പിളും ചിരണ്ടിയിട്ടിടൽ, അതൊക്കെയാണ്. അത് അവിടെ ഫ്രിഡ്ജിലാക്കി വെക്കൽ. പിന്നെ രാത്രിയൊക്കെ ഞാൻ ഇറച്ചിക്കറിയാണ് ആക്കുന്നതെന്ന് ഇറച്ചിക്കറി ആക്കാനാണ് വിചാരിച്ചത്. അപ്പം നോർമലായിട്ട് കുക്കറിലേക്കെല്ലാം നമ്മൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം വഴറ്റിയിട്ട്, പിന്നെ നമ്മൾ വീട്ടിലുള്ള കറി പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അത് 2 സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് കുറച്ചേ ഞാൻ ആക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നമ്മൾ ബീഫ് ഒരു 1/2 കിലോ മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. ഇത് നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ടാണ് ആക്കുന്നത്. പിന്നെ വേണമെങ്കിൽ രാത്രി ഫുഡായിട്ട് കഴിക്കണമെങ്കിലും അത് അങ്ങനെയും കഴിക്കാം. നമ്മളിവിടെ ഫുഡ് അത്താഴം എല്ലാം ഒരുമിച്ചാണ് ആക്കുന്നത്. അപ്പോൾ ഇത് ഡ്രിങ്ക് അത്താഴത്തിനേക്ക് ഉള്ളതാണ്. കസ്റ്റർഡ് ഡ്രിങ്ക് നമുക്ക് എപ്പോഴും 30 ദിവസം മാറ്റിയിട്ട് മാറി മാറി ഞാൻ ആക്കാറുണ്ട്. എന്തെങ്കിലും തണുപ്പ് വേണമെന്ന് നിർബന്ധമാണ് നമുക്ക് അത്താഴത്തിന്. ഫുഡിൻ്റെ കൂടെ തന്നെ ഡ്രിങ്കായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റേർഡ് ഞാൻ കുറച്ച് കട്ടിക്കാക്കിയിട്ട് ബാക്കി ഐസ്ക്രീം ഇട്ടിട്ടാണ് ഒരു ഡ്രിങ്കായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഫലൂദ സീഡ് ഇട്ടിട്ട് ഫ്രിഡ്ജിലാക്കി അത് തണുപ്പിക്കാൻ വെക്കാം. ഇന്നത്തെ കടിയാക്കുന്നത് ചപ്പാത്തി റോളാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേലും തൈരും മസാലയും ഒക്കെ ഇട്ടിട്ട് ചിക്കനാണ്. ഇത് 1 കിലോ ചിക്കൻ തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മൾ മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ബട്ടറിലാണ് ഫുള്ളാക്കുന്നത് കേട്ടോ. വേറെ ഓയിൽ ഉപയോഗിച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സോട്ടേ ചെയ്തിട്ട് ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ആയിട്ട് ഇതിപ്പോൾ കണ്ട ഇതിൻ്റെ വെള്ളം തന്നെ ഇങ്ങനെ കീഞ്ഞ് വരും. അപ്പോൾ വെള്ളമൊന്നും ചേർക്കൊന്നും വേണം, ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ അതിൻ്റെ ചട്നി ഞാൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ചട്നി കോഴിയാകുന്ന സമയം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അപ്പം നമ്മൾ ഈ ചട്നിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഗ്രൈൻഡറിലിട്ടിട്ട് ഞാൻ പിന്നെ തണുപ്പിക്കാൻ വെക്കുന്നതാണ്. ചപ്പാത്തിക്ക് റോള് എപ്പോഴും നല്ല തണുത്ത ചട്നി തന്നെ വേണം. അപ്പം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാം. എന്നിട്ട് ഈ ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തി പിന്നെ റോൾ ചെയ്യുന്നുണ്ട്. ഈ ചപ്പാത്തി ആക്കുമ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കണം ചപ്പാത്തി ആക്കേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ സെറ്റപ്പ് പോലെ ചെയ്യുന്നതാണ്. പിന്നെ ചൂടുപാത്രത്തിൽ നമുക്ക് ആക്കി വെച്ചാൽ നല്ലോണം ഗീ ഒഴിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ് ആയിട്ടുള്ള റോളാണ്. പിന്നെ ഉള്ളതാണ് നാരങ്ങ ഒരു മൊജിറ്റോ. ജസ്റ്റ് പഞ്ചാര വെള്ളത്തിൽ നാരങ്ങയും പീഞ്ഞ് ഫലൂദ സീഡ് ഇട്ടിട്ട് ഞാൻ മൊജിറ്റോ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പം ഇത് കുറച്ചേ ഞാൻ ആക്കുന്നില്ല, കാരണം ഇത് അധികം നാരങ്ങൾ ഒരു 2-3 ആൾക്ക് ഇത് കുടിക്കാൻ വേണ്ട. അപ്പോൾ അത് ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഐസും ഇട്ടിട്ട് അതൊന്ന് തണുപ്പിക്കാൻ വെക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം നമ്മൾ നോമ്പ് കുടിക്കുമ്പോൾ എന്തായാലും വെള്ളം നിർബന്ധമാണ്. അപ്പോൾ വെള്ളം നല്ലോണം കുടിക്കും. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കല്ലുമ്മക്കായ് പൊരിച്ചതും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ഇപ്രാവശ്യത്തെ ഒരു നോമ്പിൻ്റെ ദിവസത്തെ കാര്യങ്ങൾ. ഇതെല്ലാം കൂടിയിട്ട് തന്നെ നമുക്കിപ്പം നോമ്പ് കുടിക്കാനാണ്. പിന്നെ നമ്മൾ രാത്രിക്ക് ഫുഡായിട്ട് ആക്കിയത് നെയ്ച്ചോറും ബീഫ് കറിയും. അത് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ അത്താഴത്തിനും എടുക്കുക. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ വരുന്നവരെ കാണാം.